എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മുട്ട കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 5 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, ക്യാരറ്റ്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തു വെച്ചിരുന്ന മുഴുവൻ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് മുട്ടയും വെജിറ്റബിളും കൂടിയുള്ള മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിളൊക്കെ ചേർക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. വെജിറ്റബിളിന് മുകളിലായിട്ട് കുറച്ച് മുട്ട മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ മുകൾ ഭാഗം നല്ല സെറ്റായിട്ട് വരികയുള്ളൂ. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. എഗ് ഫ്രൈ ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കണം. ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.